പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചില എപ്പിസോഡുകളായിട്ട് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയം ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആത്മസ്നാനം തരുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഉദ്ദേശം, പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭ്യമാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ആ ആത്മശക്തി സുവിശേഷീകരണത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിച്ചത് ആത്മസ്നാനം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിനാണ്, വിശ്വാസികൾക്കാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ആ ഒരു ചിന്തയിൽ ചില ആളുകൾക്കുള്ള ചോദ്യം, രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ലേ? അവർക്ക് ഇനിയും ഒരാത്മസ്നാനത്തിൻ്റെ അനുഭവം ആവശ്യമാണോ? ആത്മസ്നാനം നടന്ന ഇടങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നിന്ന് ആത്മസ്നാനം ആദ്യം പ്രാപിച്ച ആളുകൾ അവർ യേശുവിൽ വിശ്വസിച്ച ആളുകളാണ്. അവർക്ക് ആത്മാവുണ്ടായിരുന്നവരാണ്. പക്ഷേ അതുപോരാ, പരിശുദ്ധാത്മ സ്നാനം അവർക്ക് ആവശ്യമാണെന്ന് കർത്താവ് കൽപ്പിച്ചു. 8-ാം അധ്യായത്തിൽ നമ്മൾ വന്നപ്പോൾ ശമരിയയിലും രക്ഷിക്കപ്പെട്ടവരാണ്, അവർക്ക് ആത്മാവുണ്ട്. പക്ഷേ അഭിഷക്തന്മാർ അവരുടെ മേൽ കരം വെച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. 10-ാം അധ്യായത്തിൽ സുവിശേഷം കേട്ടവർ വിശ്വസിച്ചു. കൊർന്നേല്യോസും കുടുംബവും ആ ഭവനത്തിൽ കൂടി വന്നവരും സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ അന്നേ ദിവസം തന്നെ പത്രോസിന് മാളിക മുറിയിൽ ഉണ്ടായതുപോലെയുള്ള അനുഭവം അവർക്കുമുണ്ടായി. ആത്മസ്നാനം അവർക്കുണ്ടായി. ഈ കാര്യം വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തി 15-ൽ യെരുശലേം കൗൺസിൽ കൂടുമ്പോൾ പത്രോസ് അവിടെ ഇരുന്നവരോട് വ്യക്തമാക്കി. അതേ ചിന്തയിൽ അപ്പോസ്തല പ്രവൃത്തി 19-ലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എഫെസോസിൽ നടന്ന സംഭവമാണ്. പൗലോസ് ചില ശിഷ്യന്മാരെ അവിടെ വെച്ച് കാണുന്നു. പൗലോസ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ അത് കാണിക്കുന്നത് അപ്പോസ്തോലന്മാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമായിരുന്നു ഹോളി സ്പിരിറ്റിനെ റിസീവ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അവർ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ലെന്ന്. ഉടനെ പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമാണ്. പോൾ അവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. അവർ യേശുവിൽ വിശ്വസിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ടു. യേശുവിൽ വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെട്ടത്. അവരുടെ അകത്ത് ആത്മാവുണ്ടോ? പക്ഷേ ആ ഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. പോൾ പിന്നെ അവരുടെ മേൽ കൈവെക്കുകയാണ്. അന്നേരം ആത്മാവ് വരുന്നു. അവർ അന്യഭാഷ പറഞ്ഞു, പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വസിച്ച ദൈവ മക്കൾക്കാണ് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്നതാണ് ഈ അനുഭവങ്ങളിലൂടെ എനിക്ക് ദൈവമക്കളെ കാണിക്കുവാനുള്ളത്. അവിടെ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന ചിന്ത കറക്റ്റ് ചിന്തയാണ്. പക്ഷേ എനിക്കതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം ആവശ്യമില്ല എന്ന് പറയുന്ന ചിന്ത വചനത്തിന് നിരക്കുന്ന ചിന്തയല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ? തീർച്ചയായിട്ടും യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യു ആൻഡ് യു നീഡ് ടു yield to the baptism of the Holy Spirit.
അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ വചനം വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവ് വരും. അതുപോലെ തന്നെ അഭിഷക്തന്മാർ കരം വയ്ക്കുമ്പോൾ ആത്മാവ് വരും. ദൈവമക്കളെ, ഒരുപാട് അനുഭവം കർത്താവ് എളിയവനായ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇങ്ങനെയൊരു പ്രഭാഷണത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വചനങ്ങൾ ഒക്കെ ഇന്നും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഞാൻ ഒരനുഭവം ഒന്ന് തൊട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കാത്ത, അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള ആത്മസ്നാനത്തിൽ വിശ്വസിക്കാത്ത സംഘത്തിൽപ്പെട്ട ഒരാൾ അവരുടെ ഭവനത്തിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ അതിശക്തിയോടെ ആത്മാവ് ആ വ്യക്തിത്വത്തിൻ്റെ മേൽ വരുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. See, God's word is unchanging. നമ്മുടെ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് മാറ്റി വചനത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ദാനത്തെ രുചിച്ച് അനുഭവിക്കുവാൻ കഴിയും. And I'll tell you, your life will never be the same again. ആകമാന വ്യത്യാസമാകും. ജയകരമായ ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ ബലം ഈ എക്സ്പീരിയൻസിലൂടെ ലഭ്യമാണ്. അതുപോലെ സുവിശേഷ വേലയ്ക്ക് പാഷനോടെ ചെയ്യുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മ സ്നാനം ഞാൻ വിവരിച്ചതുപോലെ ലഭിക്കാത്ത രക്ഷിക്കപ്പെട്ട ആളുകൾ സുവിശേഷ വേല ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ചിലരൊക്കെ രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. യെസ് ബ്രദർ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകും ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഉണ്ടെങ്കിൽ. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇല്ലാതെ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയി കുറച്ച് റിസൾട്ട് നിങ്ങൾക്കുണ്ടായി, ഇതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ബട്ട് യു ക്യാൻ ബി ഫാർ മോർ ഇഫക്റ്റീവ് if you go through the pattern with the Lord Jesus has ordained for us. ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് ആരെയും വിമർശിക്കാനല്ല. I want all of you to experience what the Lord is giving us as a gift. നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മ സ്നാനം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അതും ഒരു പലർക്കും കൺഫ്യൂഷനുള്ള ഏരിയയാണ്. How to identify whether a person has received the Holy Spirit baptism or not. ദൈവവചനത്തിൽ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ, ആ സംഭവങ്ങൾ, ആദ്യ നൂറ്റാണ്ടിലെ ദൈവമക്കൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവരുടെ ആ വേദഭാഗങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെയെല്ലാം നമ്മൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്, അന്യഭാഷാ ഭാഷണമാണ് പ്രത്യക്ഷ അടയാളമായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിഷയമുള്ളത് ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അങ്ങനെ ഉപദേശപരമായൊരു വിഷയം തെളിയിക്കാൻ നമ്മൾ എടുക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ തിരിച്ചുള്ള മറുപടി 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. വാട്ട് ഡസ് സ്ക്രിപ്ചർ സേ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീകമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രെത്ത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി കേവലം ചരിത്ര പുസ്തകമാണെന്ന് പറഞ്ഞ് തള്ളരുത്. ചരിത്ര പുസ്തകമാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അതിന് ദൈവം ഉപയോഗിച്ചത് ഒരു ഡോക്ടറെയാണ്, വൈദ്യനായ ലൂക്കോസ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് വി ഡോണ്ട് ഗോ ബിയോണ്ട് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ഈ പാറ്റേണ് ഒന്ന് നോക്കാം. ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ച ഇടങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഇതിനോടകം സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. 1, കൊടിയ കാറ്റിൻ്റെ ശബ്ദം. 2, they saw tongues of fire. 3-ാമത് നടക്കുന്നത് അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ഞാനൊരു എപ്പിസോഡിൽ ദൈവമക്കളോട് പറഞ്ഞതാണ്, ഇൻഫില്ലിംഗ് ഉണ്ടായപ്പോൾ ഔട്ട് ഫ്ലോ ഉണ്ടായി. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ സംസാരിച്ചത്. അതെന്താണെന്ന് അത് കേട്ട ആളുകൾ പറഞ്ഞു, they were praising God. ഇപ്പം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞത് അവർ പഠിക്കാത്ത ഒരു ഭാഷയിൽ they started praising God. അവിടെ ഈ സംഭവമാണ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ അന്യഭാഷ മാത്രമല്ലാതെ കൊടിയ കാറ്റിൻ്റെ ശബ്ദമുണ്ട്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ കണ്ടു. ആ 2 അനുഭവങ്ങൾ പിന്നത്തേതിൽ നമ്മൾ കാണുന്നില്ല. അന്യഭാഷാ ഭാഷണം പലയിടത്ത് കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 10-ാം അധ്യായത്തിൽ നമുക്കറിയാം കൊർന്നല്യൂസിൻ്റെ ഭവനത്തിൽ എന്താണ് നടക്കുന്നത്. 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പീറ്റർ സൂപ്പർ നാച്ചുറലി ഹി വാസ് ഡയറക്റ്റഡ് ടു ദ ഹൗസ് ഓഫ് കൊർന്നല്യൂസ്. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. യോപ്പയിലായിരുന്ന പത്രോസിനെ ആളയച്ച് പത്രോസ് കൊർന്നല്യൂസിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. യോപ്പയിൽ നിന്ന് 6 വിശ്വാസികളെയും കൂടെ പത്രോസ് കൊണ്ടുവന്നിട്ടുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ആത്മാവ് വന്നെന്നുള്ളതിൻ്റെ തെളിവെന്താ? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ. അവരെന്താ പറഞ്ഞത്? പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാത്തവണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇപ്പം കൊർന്നല്യോസിൻ്റെ വീട്ടിലും ആത്മാവ് അവരുടെ മേൽ വന്നതിൻ്റെ അടയാളമായി അന്യഭാഷാ ഭാഷണമാണ്. വേറെ ഒരടയാളവും അവർ ചോദിക്കുന്നില്ല. ഇപ്പം 2-ാം അധ്യായത്തിൽ ജെറുസലേമിൽ നടക്കുന്നു, യോപ്പക്കാരുടെ ഇടയിൽ നടന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാൻ കഴിയും. 10-ാം അധ്യായത്തിൽ കൈസറിയയിൽ അത് നടന്നു, അന്യഭാഷാ ഭാഷണം. അപ്പോൾ അവിടെ ഒന്നും കൊടിയ കാറ്റിൻ്റെ ശബ്ദമോ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല. ഇവിടെ എല്ലാം നടക്കുന്നത് അന്യഭാഷാ ഭാഷണമാണ്. ഇനി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചിന്തിച്ചതാണ്. പത്രോസ് അവരെ റീബാപ്റ്റൈസ് ചെയ്തു. കാരണം ആദ്യത്തെ ബാപ്റ്റിസം കാലഹരണപ്പെട്ടു പോയി. യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വെള്ളത്തിൽ വിശ്വാസ സ്നാനം അവർക്ക് കൊടുത്തു. ഇവിടെ
എൻ്റെ ഇന്നത്തെ വിഷയമല്ലെങ്കിലും എടുത്തിരിക്കുന്ന വെള്ളത്തിലെ സ്നാനം തിരുവെഴുത്തും പ്രകാരം ഉള്ളതല്ലെങ്കിൽ യു മസ്റ്റ് ബി ബാപ്റ്റൈസ്ഡ്. അത് ബൈബിളിൽ വളരെ വ്യക്തമാണ്. എന്നിട്ട് അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവ് ലഭ്യമാകേണ്ടതിന് പോൾ എന്താണ് ചെയ്യുന്നത്? 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നെന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. 12 പേരുടെ മേൽ ആത്മാവ് വന്നു, അന്യഭാഷ പറഞ്ഞു, പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ പ്രവചനം എന്നുള്ളത് മറ്റിടങ്ങളിൽ വന്നിട്ടില്ല. എല്ലായിടത്തും ആവർത്തിക്കപ്പെടുന്നത് അന്യഭാഷാ ഭാഷണമാണ്. ഇതുപോലെ തന്നെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും ശമര്യക്കാർ വിശ്വസിച്ച ആളുകളുടെ മേൽ ആത്മാവ് വന്നു. 8-ാം അധ്യായത്തിൻ്റെ 17-ാം വചനം നമ്മൾ ശ്രദ്ധിക്കണം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പക്ഷേ അവിടെ അന്യഭാഷ പറഞ്ഞെന്നില്ല. 18-ാം വാക്യം, അപ്പോസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ശീമോൻ കണ്ടെന്ന്. വാട്ട് ഡിഡ് ഹി സീ? എഴുതിയിട്ടില്ല. പക്ഷേ ശീമോൻ പരിശുദ്ധാത്മാവ് ലഭിച്ചതിൻ്റെ എന്തോ അടയാളം കണ്ടു. കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള വചനഭാഗത്തോട് ചേർത്ത് ഇതിനെ വ്യാഖ്യാനിച്ചാൽ തീർച്ചയായിട്ടും അവിടെ അന്യഭാഷാ ഭാഷണം ആയിരിക്കാം നടന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇനി 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 17-ാം വചനം, ശൗലിൻ്റെ അനുഭവം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആത്മാവിനെ കിട്ടി. ഇവിടെ പോള് അന്യഭാഷ പറഞ്ഞു എന്ന് എഴുതിയിട്ടില്ല. എങ്കിലും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോൾ ഡിഡ് സ്പീക്ക് ഇൻ അൺനോൺ ടങ്സ്. അപ്പം ഇത്രയും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് ഞാൻ പറയുവാൻ കാരണം. അല്ലാതെ വെറുതെ ഒരു കാര്യം പറയല്ല, ബിബ്ലിക്കലായിട്ടുള്ള അടിസ്ഥാനത്തിന്മേലാണ്. അതുപോലെ കൊരിന്തിയിലുള്ള ദൈവമക്കൾ 1 കൊരിന്ത്യർ 12:13, 2:12, 3:16, 6:19, 2:4-5 ഈ വാക്യങ്ങളിലെല്ലാം ബിലീവേഴ്സ് ഇൻ ദ കൊരിന്ത്യൻ ചർച്ച് സ്പോക്ക് ഇൻ ടങ്സ്. 1 കൊരിന്ത്യർ 14:5, 14:39 പോൾ പറയുന്നത് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നാണ്. പോൾ അന്യഭാഷ അവിടെ വിലക്കുന്നില്ല. വിലക്കുന്നു എന്ന് നമ്മൾ തോന്നുന്നത് അന്യഭാഷ വരമില്ലാത്ത ഒരാൾ നമ്മുടെ യോഗങ്ങൾക്ക് കടന്നു വരുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ അറിയത്തില്ലെങ്കിൽ, എല്ലാവരും അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വ്യാഖ്യാനപരമില്ലെങ്കിൽ അവനിതൊന്നും മനസ്സിലാകത്തില്ല. ഹീ വിൽ തിങ്ക് ദാറ്റ് യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അതുകൊണ്ട്
അന്യഭാഷ വേണ്ടെന്നല്ല പോൾ പറയുന്നത്. വ്യക്തിപരമായി ദൈവത്തോട് പറയാം അന്യഭാഷ. വ്യാഖ്യാനമുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാൽ പൊതുസഭയ്ക്കുള്ള ദൂതാകും. അപ്പം അന്യഭാഷാ ഭാഷണം പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷ അടയാളമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. യേശുവിൻ്റെ വാക്കെന്താണ്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പുതുഭാഷകളിൽ അവർ സംസാരിക്കും. ദൈവമക്കളെ, ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഗോഡ് വാണ്ട്സ് ടു ബാപ്റ്റൈസ് യു ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നടക്കുമ്പോൾ അന്യഭാഷകളിൽ എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുവാൻ, ഔട്ട്ഫ്ലോ ആയിട്ട് സംസാരിക്കുവാനുള്ള ആ കൃപയും ദൈവം പകരും. അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് ദൈവവചനത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരു സംശയം കൂടെ ഒന്ന് പറഞ്ഞ് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടങ്സ് വിൽ സീസ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അന്യഭാഷ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം 10-ാം വാക്യം, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകുന്നു. പൂർണ്ണമായത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ആളുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. പൂർണ്ണമായത് വന്നല്ലോ, അംശമായി നീങ്ങിപ്പോയി. ആകയാൽ അന്യഭാഷ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവമക്കൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ശരിക്കും അതൊന്ന് നോക്കി. 8 മുതലുള്ള വാക്യം, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും. അടുത്തതൂടെ ചിന്തിക്കണേ, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. നോളജ്, റിവീൽഡ് നോളജ് നീങ്ങിപ്പോ, വിൽ വാനിഷ് അവേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നോളജ് നീങ്ങിപ്പോയോ? ഇനി ശ്രദ്ധിക്കണം, ആ വേദഭാവം ശ്രദ്ധിക്കണം. 13-ൻ്റെ തന്നെ താഴോട്ട് നമുക്ക് വായിക്കാം. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. 12-ാം വാക്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത് വരുമ്പോൾ. അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെടുന്നത് പോലെ തന്നെ അറിയും. എപ്പോൾ? മുഖാമുഖം കാണുമ്പോൾ. കർത്താവിനെ മുഖാമുഖം കാണുന്ന സമയത്തെക്കുറിച്ചാണ് പൂർണ്ണമായത് വരുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ബൈബിൾ വരുന്നതിൻ്റെ അല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിങ്കൽ അതിനെക്കുറിച്ചായി. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇതൊക്കെ കർത്താവിൻ്റെ 2-ാം വരവിങ്കലാണ് നടക്കുന്നത്.
അന്നാണ് ടങ്സ് വിൽ സീസ്. ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഒരംശമെടുത്തല്ല നമ്മൾ ടങ്സ് നിന്നുപോയി എന്ന് പ്രസ്താവിക്കേണ്ടത്. ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പൂർണ്ണമായത് വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ബൈബിളിനെക്കുറിച്ചല്ല, കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾക്ക് അവിടെ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. Now we see but a poor reflection as in a mirror. Then we shall see face to face. Now I know in part, then I shall know fully, even as I am fully known. അതുപോലെ but when perfection comes, it's talking about the perfect one. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കലാണ് the tongues will cease. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. The Lord wants to baptize you in the Holy Spirit. പ്രത്യക്ഷ അടയാളമായി അന്യഭാഷാ ഭാഷണം നിങ്ങൾക്ക് തരുവാൻ കർത്താവ് ഈ വചനാടിസ്ഥാനത്തിൽ ആഗ്രഹിക്കുന്നു. God bless you.